ഇന്നത്തെ നമ്മുടെ ഓണം വിഭവം കാളനാണ്. കാളന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഏത്തവാഴയ്ക്ക, കുറച്ച് ചേന, നാളികേരം, തൈര്, പച്ചമുളക്, കരിവേപ്പില. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചേനയും വാഴയ്ക്കയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുക്കറിലോട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാവേ. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാതെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചേനയും വാഴയ്ക്കയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ തേങ്ങയും ജീരകവും മാത്രമാണ് അരച്ചത്. കാരണം പച്ചമുളകും കുരുമുളകും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒത്തിരി എരിവായാൽ കഴിക്കാൻ പ്രയാസമില്ല. അതുകൊണ്ട് തേങ്ങയും ജീരകവും മാത്രമേ അരച്ചിട്ടുള്ള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്ക് തിളച്ച് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വാങ്ങി വയ്ക്കണം. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ. തൈര് ഒത്തിരി ചൂടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കിത് തൈര് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് താളിച്ചൊഴിക്കാവേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് കരിവേപ്പില ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി യോജിക്കാം. ഇപ്പോൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ആവശ്യം പോലെ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ നല്ല കാളനാണ്. ഇത് ഓണത്തിന് മാത്രമല്ല, അല്ലാതെയും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്.